ഓർഗൻസ ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആപ്ലിക് വർക്ക് വരുന്ന സാരി കേട്ടോ. സാരിയുടെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ അക്വാ ഗ്രീൻ ആണ്, ടീൽ ഗ്രീൻ ബ്ലെൻഡഡ് അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിൽ ബോഡി കംപ്ലീറ്റ് ഒരു മോട്ടീവ്സ് ആണ്, ഫ്ലോറൽ മോട്ടീവ്സിന്റെ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വരുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല എലഗൻ സാരിയാണ്. പല്ലു മുന്താണി കംപ്ലീറ്റ് വരുന്നത് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെ വന്നിട്ട് അതിൽ ആ ഒരു ആപ്ലിക് വർക്കിന്റെ ഫിനിഷിലായിരിക്കും കേട്ടോ വരുന്നത്. പല്ലു ഈ ഒരു സ്റ്റൈലായിരിക്കും, മുന്താണിയിലെ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഈ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ബോർഡർ വരുമ്പോൾ സ്കാലപ്പിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് സാരിക്ക്. ബ്ലൗസിലും ആ ഒരു ഫ്ലോറൽ ബോഡിയിൽ വരുന്ന ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിൽ വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും ഓവറോൾ ആയിട്ട് വരുന്നത്. അടുത്ത കളർ ഒരു സോഫ്റ്റ് പേസ്റ്റൽ പിങ്ക് ആണ് സാരിയുടെ ടോൺ വരുന്നത്. ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ഫുൾ ബോഡി വരിക. ഓർഗൻസ ഫാബ്രിക്കിൽ സ്കാലപ്പ് ഫിനിഷ് ബോർഡർ ആപ്ലിക് വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലാണ് റണ്ണിങ് ബ്ലൗസ്. സെയിം വർക്ക് ആൻഡ് സെയിം പാറ്റേൺ ആപ്ലിക് വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു വിത്ത് സ്കാലപ്പ് ഫിനിഷ്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ്, സോഫ്റ്റ് യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഓർഗൻസ ഫാബ്രിക്കിൽ നെക്സ്റ്റ് കളർ വരുന്നത് ലാവൻഡർ. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേൺ തന്നെ കേട്ടോ. ബോഡി മുന്താണി ഫുൾ ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നുണ്ട് വിത്ത് സ്കാലപ്പ് ഫിനിഷ് ബോർഡർ വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഐവറി ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ ഐവറി ടോണിൽ തന്നെ ആയിരിക്കും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ഫുൾ ബോഡി വന്നിട്ട് സ്കാലപ്പ് ഫിനിഷ് ബോർഡർ ആപ്ലിക് വർക്ക് പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. പാറ്റേണും ഡിസൈനും എല്ലാം സെയിം തന്നെ. അതേ ആ ഒരു സ്കാലപ്പ് ഫിനിഷിൽ തന്നെ വന്നിട്ട് ആപ്ലിക് വർക്കിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. ടിഷ്യൂ ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. നല്ല പാറ്റേണിലെ ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ഈ സാരീസിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വെബ്സൈറ്റ് വഴി ഓർ വാട്സ്ആപ്പ് വഴി എല്ലാ സാരീസും പർച്ചേസ് ചെയ്യാം. ഇതിൽ നല്ലൊരു മൾട്ടി കളറിൽ ഫ്ലോറൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ് ഫുൾ ബോഡിയിലും വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും ഓവറോൾ ലുക്ക് വരുന്ന സാരിക്ക് വിത്ത് സിമ്പിൾ ബോർഡർ. പല്ലു വരുമ്പം ഗീച്ച വീവിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പം ഒരു ഹാഫ് പോർഷനിലാട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് കൊടുത്തിരിക്കുന്നത്. പ്ലീറ്റ്സിൽ ആ ഒരു ലോവർ ഏരിയ ഹാഫ് പോർഷനിലായിരിക്കും ഫുൾ വർക്ക് വരുന്നത്. മുകൾ ഭാഗം വരുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും. ഈ ഒരു പാറ്റേണിലാട്ടോ ഞാൻ വർക്കിന്റെ ക്ലോസർ കാണിക്കാം. നല്ലൊരു പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു ജാൽ പാറ്റേൺ വന്നിട്ട് അതിൽ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത് ഫുൾ ബോഡി. അതിലൊരു വൂവൺ പാറ്റേൺസ് ഉണ്ട്, ബോഡിയിൽ ഒരു വൂവൺ ഡിസൈൻസ് ഉണ്ട് കണ്ടോ. സാരിയുടെ ടെക്സ്ചർ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഒരു ജൂട്ട് വൂവൺ പാറ്റേൺസ് വന്നിട്ട് അതിലായിരിക്കും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് വിത്ത് സിമ്പിൾ ബോർഡർ. ഗീച്ച വീവിലാണ് മുന്താണി ഫിനിഷ് ചെയ്യുന്നത്. സാരിയുടെ ബ്ലൗസ് പറയുകയാണെങ്കിൽ പ്രിന്റഡ് പാറ്റേണിലാണ്. ഈ ഒരു ലുക്കിലായിരിക്കും സാരിയുടെ റണ്ണിങ് ബ്ലൗസ് വരുന്നത്. വീണ്ടും നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ബോഡിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇത് വരുന്നത് പേസ്ലി മോട്ടീവ്സ് ആണ്. മാംഗോ മോട്ടീവ്സും ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ഫുൾ സാരി. ഫാബ്രിക്കും കളർ പാലറ്റ് എല്ലാം സെയിം തന്നെ വരുന്നത് കേട്ടോ. ഇതിനും ഒരു ഹാഫ് പോർഷനിലായിരിക്കും. പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരിക. ചെസ്റ്റ് പോർഷനും പല്ലു കംപ്ലീറ്റ് ഈ ഒരു വർക്ക് വന്നിട്ട് ഗീച്ച വീവിലാണ് മുന്താണി ഫിനിഷ് ചെയ്യുന്നത് വിത്ത് സിമ്പിൾ ബോർഡർ. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു സ്റ്റൈലായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. നമുക്ക് ഈ ഒരു ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യണമെന്നില്ല കേട്ടോ, കാരണം ഇതിൽ മൾട്ടി കളറിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡീപ്പ് മെറൂൺ, ബോട്ടിൽ ഗ്രീൻ അതെല്ലാം നമുക്ക് ഇതിന്റെ കൂടെ ആപ്റ്റ് ആയിരിക്കും. സിംഗിൾ കളർ ബ്ലൗസ് ആയിരിക്കും കൂടുതൽ സാരി കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ സിംഗിൾ കളർ ബ്ലൗസ് ആയിരിക്കും നല്ലത്. സെയിം ഫാബ്രിക് തന്നെ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗിൽ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ബോഡിയിൽ സ്മോൾ ഫ്ലോറൽ ബുട്ടി വർക്കാണ്, ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നത്. ലോവർ ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ ബോർഡറിൽ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ബോഡി വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. എല്ലാ സാരീസും ഒരു ജൂട്ട് വീവിലാട്ടോ. ബോഡി കണ്ടോ ഒരു ജൂട്ട് വീവിലായിരിക്കും. ഒരു സ്ട്രെയിറ്റ് വെർട്ടിക്കൽ ആയിട്ടൊരു പാറ്റേൺ വന്നിട്ട് അതിൽ ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. ബോർഡർ ഗീച്ച വുവൺ സ്റ്റൈലിൽ തന്നെയാണ് സാരിയുടെ പല്ലു ഫിനിഷ് ചെയ്യുന്നത് ഗീച്ച വീവിലാണ്. പ്രിന്റഡ് ബ്ലൗസ്. സെയിം ഫാബ്രിക്കും സെയിം പാറ്റേണും തന്നെ കേട്ടോ. ആ ഒരു ബോർഡർ ഡീറ്റെയിലിൽ മാത്രം ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈനിൽ മാത്രം ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയും ബോർഡർ വരുന്നത് കേട്ടോ. സ്മോൾ ഫ്ലോറൽ ബൂട്ടി വർക്ക് വരുന്നുണ്ട്. ബോർഡർ വരുന്ന ഈ ഒരു സ്റ്റൈലിലാണ്. ഇതെല്ലാം നമുക്കൊരു ക്രിസ്മസ് അറ്റയറായിട്ട് ഡ്രേപ്പ് ചെയ്യാം കേട്ടോ. ഒരു ക്രിസ്മസ് തീമിൽ വരുന്ന സാരീസാണ് ഇതെല്ലാം. നല്ല മൾട്ടി കളറിലുള്ള ഫ്ലോറൽ ഡിസൈൻസ്. റെഡ് ബ്ലൗസ് എല്ലാം ഇടുകയാണെങ്കിൽ നല്ല ലുക്കായിരിക്കും. ക്രിസ്മസ് ഈവിനെല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ്. ഗീച്ച വുവണിലായിരിക്കും സാരിയുടെ മുന്താണി വന്നിട്ട് പ്രിന്റഡ് ബ്ലൗസ്. ബ്ലൗസ് സഫിഷ്യൻറ്റും അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ കളർ റെഡ് ബ്ലൗസ് അല്ലെങ്കിൽ ബോട്ടിൽ ഗ്രീൻ എല്ലാം ആയിരിക്കും സാരിക്ക് കൂടുതൽ കുറച്ചൊരു ഭംഗി വരുന്നത് ആ ഒരു ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുമ്പോഴായിരിക്കും. സെയിം ഫാബ്രിക് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് കേട്ടോ. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെ ആയിരിക്കും ഫുൾ സാരി വരുന്നത്. ബോർഡർ ഡീറ്റെയിലിംഗ് വരുമ്പോൾ ഈ ഒരു ലുക്കിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഗീച്ച വീവിൽ തന്നെ സാരിയുടെ മുന്താണി. ബ്ലൗസ് വരുന്നത് അതേ ആ ഒരു സ്റ്റൈലിൽ തന്നെ പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും വരുന്നത്.
കാന്താ വർക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ കോറൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിൽ നല്ല പാറ്റേണിലാണ്, രണ്ട് സൈഡിലും കാന്താ വർക്കിന്റെ തന്നെ ആ ഒരു പാറ്റേൺ വന്നിട്ട് ബോഡിയിൽ ഫുൾ ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. കൂടാതെ ഒരു സെൽഫ് ഡിസൈൻസും വരുന്നുണ്ട് സാരിയിൽ. ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ സാരി വരുന്നത്. ഫാബ്രിക് പറയുകയാണെങ്കിൽ സെമി ടെസർ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. മുന്താണി വരുമ്പം ഈ ഒരു ലുക്കിലായിരിക്കും കാന്താ വർക്ക് വരുന്നത്. ഫുൾ ഈ ഒരു പാറ്റേണിൽ തന്നെ വരുന്നത്. എല്ലാ സാരീസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക്, യൂട്യൂബ് ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. സാരീസ് നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഒരു വാട്സാപ്പ് വഴി പർച്ചേസ് ചെയ്യാം. ക്ലോസറിൽ വരുമ്പം ഈ ഒരു പാറ്റേണിൽ കേട്ടോ, മുന്താണിയിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും കാന്താ വർക്ക് വരിക. അതിലും ഒരു ഗോൾഡൻ സെറി ലൈൻസും ഫ്ലോറൽ പാറ്റേണിലും ആയിരിക്കും വരുന്നത്. ബോഡി വരുമ്പം ഈ ഒരു പാറ്റേണിലാണ്, ഒരു സെൽഫ് വുവൺ പാറ്റേൺസ് വരുന്നുണ്ട് ബോഡിയിൽ. ഇതായിരിക്കും ബോർഡറും, ബോഡിയിലെ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെ കേട്ടോ സാരി വരുന്നത്. സോഫ്റ്റ് സെമി ടെസറാണ് ഫാബ്രിക് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും അതേ വർക്ക് തന്നെയാണ്, കാന്താ വർക്കിൽ തന്നെ ആയിരിക്കും. പ്ലെയിൻ ബോഡി വന്നിട്ട് വിത്ത് വർക്ക് ആയിരിക്കും റണ്ണിങ് ബ്ലൗസ്. ഡാർക്ക് ബ്രൗൺ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ സോഫ്റ്റ് സെമി ടെസർ ആണ് ഫാബ്രിക്. ഫുൾ കാന്താ വർക്കിൽ തന്നെ ആയിരിക്കും ബോഡി വരുന്നത്. ഫ്ലോറൽ പാറ്റേൺ, ഡബിൾ സൈഡിലും കാന്താ വർക്കിൽ തന്നെയുള്ള ബോർഡർ വന്നിട്ട് മുന്താണി വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. കാന്താ വർക്കിൽ തന്നെ ആയിരിക്കും ബ്ലൗസും വരുന്നത്, സ്ലീവ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് കളർ ബേബി പിങ്ക് ആണ് സാരിയുടെ ടോൺ. സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ കാന്താ വർക്ക്, ഹാൻഡ് വർക്കിൽ തന്നെയാണ് സാരിയുടെ ബോഡി. ഡബിൾ സൈഡ് ബോർഡർ, ഒരു ത്രെഡ് വ്യൂ പാറ്റേണിലാണ് ബോഡി വരുന്നത്. അതിലായിരിക്കും കാന്താ വർക്ക് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ലുക്കിലാണ് പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു പെൻസിൽ ഗ്രേ ആണ് സാരിയുടെ കളർ വരുന്നത്. ഇതിലും കാന്താ വർക്ക് തന്നെ കേട്ടോ, ഫുൾ സാരിയിലും കാന്താ സ്റ്റിച്ച് തന്നെ വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ പല്ലു, ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. ഇതൊരു ഓറഞ്ച് ബ്ലെൻഡഡ് പീച്ച് ആണ്. ഒരു ചില ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ടെറാക്കോട്ട ടോൺ കൂടി വരുന്നുണ്ട് സാരിക്ക്. സെയിം സ്റ്റൈലിൽ തന്നെ ഹാൻഡ് വർക്കിൽ ഫുൾ കാന്താ വർക്കിൽ തന്നെ ആയിരിക്കും. ഡബിൾ സൈഡ് ബോർഡർ, ഫുൾ ബോഡി കാന്താ വർക്ക്. മുന്താണി വരുന്നത് ഈ ഒരു ലുക്കിലായിരിക്കും. ബ്ലൗസ്.